ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. എന്താണ് ദൈവം ചെയ്യുവാൻ കൊടുത്ത പ്രവൃത്തി? യേശുവിന് ദൈവം കൊടുത്ത പ്രവൃത്തി എന്താണ്? യേശു എന്താണ് തികച്ചത്? ഭൂമിയിൽ മനുഷ്യനായി ജനിക്കുന്ന ഏതൊരുവനും അഭിമുഖീകരിക്കേണ്ട 15 വിധ മലിനമോഹങ്ങളുണ്ട്. ആ മലിനമോഹങ്ങളുടെ ഫലം അവരെ കൊണ്ട് പുറപ്പെടുവിക്കും. മോശ ജനം ചെയ്യുന്ന വികട പ്രവൃത്തി കണ്ടപ്പോൾ അവന് കോപമുണ്ടായി. കയ്യിൽ ദൈവം എഴുതിക്കൊടുത്ത കൽപ്പലകങ്ങൾ എറിഞ്ഞുടച്ചു. കോപം. അതുകൊണ്ട് യൂദ പറയുന്നു, മോശയുടെ ശരീരം സംബന്ധിച്ച് പിശാച് തർക്കിച്ചും വാദിച്ചു കൊണ്ടിരിക്കുമ്പോൾ മീഖായേൽ ഒരു ദൂഷണ വിധി പോലും ഉച്ചരിക്കാതെ ദൈവം നിന്നെ ഭക്ഷിക്കട്ടെ എന്ന് പറയുക മാത്രം ചെയ്യുവാനും ഇടയായി. ദാവീദിന്റെ കോപം നമുക്കറിയാം. ദുർമോഹം. കൂട്ടുകാരന്റെ ഭാര്യയെ മോഹിച്ച അനന്തരം ആ കുടുംബത്തിൽ വന്നു കയറിയ വാൾ അവന്റെ ഉദരത്തിൽ കടന്നത് എത്ര തലമുറകൾക്കെതിരെ. വിശുദ്ധന്മാരായി ഭൂമി നിലകൊണ്ട പലരും ഏലിയാവ് മരിപ്പാൻ ഇച്ഛിച്ചു. കർത്താവേ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ ഒട്ടും നല്ലവനൊന്നുമല്ല, അതുകൊണ്ട് എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. യോന പറയുകയാണ്, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. എന്തുകൊണ്ട്? കർത്താവ് ചെയ്തത് അനിഷ്ടമായി. നീ കോപിക്കുന്നത് ശരിയാണോ യോനെ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ മരണപര്യന്തം കോപിക്കുന്നത് വിഹിതം തന്നെയാണ്. ചാകുന്നവരെ കോപിക്കുന്നതാണ് ശരി. ഇതിനകത്ത് ഒരു നീതി കാണുന്നില്ല. ഞാൻ കോപിക്കുന്നതാണ് തിരി. മലിനമോഹങ്ങളാൽ ജഡമനുഷ്യരിൽ കർത്തൃത്വം നടത്തി അതിൻ്റെ ഫലം പുറപ്പെടുവിക്കേണ്ടതിന് പിശാചായവൻ ഏതൻ മുതൽ ഇന്നും മനുഷ്യനെ പിന്തുടരുകയാണ്. എന്നാൽ ലൂസിഫറിന്റെ സകല കാൽക്കുലേഷനുകളെയും പൊളിച്ചുകൊണ്ട് നീതിമാനായ ദൈവം മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് മനുഷ്യർക്ക് എതിരെയുള്ള ഈ പൈശാചിക മോഹങ്ങളെ ഇല്ലാതെയാക്കേണ്ടതിനുള്ള പ്രവൃത്തി യേശു ഈ ഭൂമിയിൽ തികച്ചു. ആ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ഈ മലിനമോഹങ്ങൾ നമുക്കറിയാം. ഗലാത്യർക്ക് ലേഖനം 5:16-17 വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല. 15 വിധ മോഹങ്ങളുമായി, മലിനമോഹങ്ങളുമായി പിശാചായവൻ നമ്മളെ സമീപിക്കും എന്നുള്ളത് കൊണ്ട് ആത്മാവിനെ അനുസരിച്ച് നടപ്പി. നാം ആത്മാവിൽ അനുസരിച്ച് നടക്കേണ്ടതിന് ക്രിസ്തു ക്രൂശിൽ ചെയ്ത പ്രവൃത്തിയാണ് ക്രൂശ് മരണം. ആ പ്രവൃത്തി യേശു പൂർത്തീകരിച്ചു.